കബനി, നമ്മുടെ റൂം മാറിയോ? മുറി ഇത് തന്നെയാ. അപ്പൊ ഇതൊക്കെ ആരുടെയാ? ഹായ്, ഇത് കണ്ടോടി. എന്റെ അമ്മ എന്തുമാണ്? പത്മിനി, നീ എന്തായി കാണിക്കുന്നേ? ഇത് ആരുടെയാണെന്ന് അറിയാതെ. ഓ, നല്ല ക്രീമാടി. നമുക്കിത് തേച്ച് തേച്ച് വെളുക്കാം. എന്താ പത്മിനി? ഞാൻ മാറ്ററിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇതൊക്കെ എന്താണെന്ന് ചോദിക്കാലോ. എന്താന്ന് എനിക്കറിയാം. ഇങ്ങ് വന്നേ. നമ്മളില്ലാത്തപ്പോഴേ ട്രീസ മാഡം വന്ന് റൂമില് ഈ സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടി കൊണ്ടുവച്ചതാ. കൊറേ കാത്തിട്ടും കാണാതായപ്പോ കൊണ്ടുവന്നൊക്കെ ഇവിടെ തന്നെ വെച്ചു. അത്ര തന്നെ. അല്ലാതെ ഇങ്ങനെയൊക്കെ ആരടി നമ്മളെ സഹായിക്കുന്നേ? ശരിയായിരിക്കും. പക്ഷേ എന്നാലും മാഡത്തിനോട് ചോദിക്കാതെ എടുക്കുന്നത് ശരിയല്ല. ഞാൻ എടുക്കും. ആദ്യം റൂമിലെ മുഷിനെ നാറ്റൊന്ന് മാറ്റട്ടെ. എന്താ ആരുടെയാണെന്ന് അറിയാൻ നീ എന്തായി കാണിക്കുന്നേ? നിന്റെ നാറ്റം മാറ്റട്ടെ. അതോടെ വെക്കാന്ന് ഞാൻ പറഞ്ഞേ. നിങ്ങളോട് ആരാടി ഞങ്ങളുടെ റൂമിൽ കയറാൻ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ മുറിയല്ലേ? നോ, ഇത് എന്റെ മുറിയാ. എന്ത് കൾച്ചർലെസ് എവൾമാര്. ഏയ്, സൂക്ഷിച്ച് സംസാരിക്കണം. ഈ മുറിയിൽ നിങ്ങളുടെ ബാഗ് ഒക്കെ കൊണ്ടുവയ്ക്കാൻ ആരാ പറഞ്ഞത്? ആര് പറഞ്ഞ നിനക്കെന്താടി? നാശം എല്ലാം എടുത്ത് തീർത്തു. കാട്ടുവാസികളല്ലേ, ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അതിന്റെ കുഴപ്പാ. ഇനി ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഡെറ്റോൾ ഇട്ട് കഴുകണം. ഞങ്ങൾക്ക് എന്താ പകർച്ചവ്യാധി ഉണ്ടോ? ഉണ്ടാവും. നിനക്കളി. ദേ, നിങ്ങളുടെ ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിക്കേ. ഞങ്ങള് പോകാനോ? പോകേണ്ടത് നിങ്ങളാ. ഇറങ്ങണി രണ്ടും. ദേ, ചെമ്പയുടെ കൂടെ നടക്കുന്നത് കരുതി അവള് പറയുന്നത് പോലെ പറയാൻ നോക്കിയാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യും? ആദ്യം പുറത്തിറങ്ങടി. ഇല്ല, ഓടി ഇവിടെ. എന്തേത്? മാഡം, ഞങ്ങളുടെ മുറിയിൽ ഇവരിവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നില്ല. ഈ മുറി ഇവർക്ക് കൊടുത്തു. നിങ്ങളുടെ സാധനങ്ങൾ റൂം നമ്പർ 105 വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ലേ. എനിക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോളൂ. അല്ലാതെ ഇവിടെ കിടന്ന് വെറുതെ ഒച്ച വെക്കണ്ട. കേട്ടല്ലോ? കേട്ടില്ലടി. ഇത്രയും നല്ല മുറിയിൽ കിടന്ന് നീയൊക്കെ സുഖിച്ചാ ഞങ്ങക്ക് സമാധാനം കിട്ടോ? അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തു. അത് പാസ്സായി. ഇനിയും റിക്വസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പൊ ഈ മുറിന്ന്, പിന്നെ ഈ ഹോസ്റ്റലിൽ നിന്ന്, അത് കഴിഞ്ഞ് ഈ കോളേജിൽ നിന്ന്.